ായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വലിയ വലിയ MNC കമ്പനികളിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ് ഇത് SAP എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. കമ്പനിയുടെ ഷോർട്ടായിട്ടുള്ള നെയിം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമുക്കൊരു വൈറ്റ് ബോക്സ് കാണാം അല്ലേ. ഹായ് ഹലോ, എല്ലാവരും SAP എന്താണെന്ന് കേട്ടിട്ടുണ്ടാകും. SAP എന്ന് പറഞ്ഞാൽ ഒരു ERP സോഫ്റ്റ്വെയർ ആണ്. വലിയ വലിയ MNC കമ്പനികളിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ് ഇത് SAP എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് SAP സോഫ്റ്റ്വെയറിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസ്, ഒരു കമ്പനിയുടെ അണ്ടറിലായിരിക്കും ഓരോ ട്രാൻസാക്ഷൻസും അതിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ SAP സോഫ്റ്റ്വെയർ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ SAPയുടെ മെയിൻ ആയിട്ട് വരുന്ന ലോഗോൺ സ്ക്രീൻ. ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമുക്കൊരു വൈറ്റ് ബോക്സ് കാണാം അല്ലേ. ഈ വൈറ്റ് ബോക്സിലാണ് നമ്മൾ ഓരോ T കോഡുകൾ കൊടുക്കുന്നത്. അതായത് ഇതിനെ പറയുന്നതാണ് എന്ത്, ട്രാൻസാക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഓരോ T കോഡുകൾ കൊടുക്കുന്നത്, അതായത് ട്രാൻസാക്ഷൻ കോഡുകൾ. ഈ ട്രാൻസാക്ഷൻ കോഡുകൾ ഉപയോഗിച്ചായിരിക്കും നമുക്ക് ഓരോ പേജസിലേക്ക് പോകാൻ, അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാൻ, പർച്ചേസ്, സെയിൽസ് അങ്ങനെയുള്ള പേജുകളിലേക്ക് പോകുവാനായിട്ടുള്ള കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ ബോക്സിലായിരിക്കും. ഈ ഒരു ട്രാൻസാക്ഷൻ ബോക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് സെലക്ട് ചെയ്ത് പോകേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഏത് ബോക്സിലേക്കാണോ ഏത് പേജിലേക്കാണോ പോകേണ്ടത്, ഈ ഒരു പേജിൽ അതിൻ്റെ T കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ ഒരു പേജിലേക്ക് SAP സോഫ്റ്റ്വെയർ നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ഞാൻ ഇന്ന് എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡാണ് /NOX15 എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഞാൻ ടൈപ്പ് ചെയ്തു. ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന പേജിലേക്ക് SAP സോഫ്റ്റ്വെയർ എന്നെ കൊണ്ടുപോയി. ഇവിടെ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ, ഇവിടെ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കമ്പനികൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ. ഇവിടെ എനിക്ക് പുതിയതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ന്യൂ എൻട്രീസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുമായി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പേജ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. ഇവിടെ കമ്പനി, നിങ്ങളുടെ കമ്പനിയുടെ ഷോർട്ടായിട്ടുള്ളൊരു നെയിം, ഞാനിപ്പോൾ ടാറ്റ എന്നും പറഞ്ഞ ഒരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ TA ഷോർട്ട് ഫോമാക്കി ടാറ്റ എന്നും പറഞ്ഞ് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ABC എന്നും പറഞ്ഞൊരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ABC1 ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുത്തു, ABC1 എന്ന് കൊടുത്തു. കമ്പനിയുടെ ഫുൾ നെയിം ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കമ്പനിയുടെ അഡ്രസ്സ്, പോസ്റ്റൽ കോഡ്, ലാംഗ്വേജ്, കറൻസി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്, എറണാകുളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പോസ്റ്റൽ ബോക്സിൻ്റെ അവിടെയും ഞാൻ എറണാകുളം എന്ന് ടൈപ്പ് ചെയ്തു. പോസ്റ്റൽ കോഡ്, നിങ്ങളുടെ പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സിറ്റി, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, എറണാകുളം ആണെങ്കിൽ എറണാകുളം എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കൺട്രി, ഇന്ത്യയാണ് നമ്മുടെ കൺട്രി അല്ലേ. ഒന്നില്ലെങ്കിൽ ഈ സെർച്ച് ബോക്സിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് IN എന്നും പറഞ്ഞുള്ള ഷോർട്ട് കീ ആണ്, IN എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ലാംഗ്വേജ്, നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ നിങ്ങളുടെ കമ്പനി വരേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷാണ് കൊടുത്തത്. എങ്കിൽ സെർച്ച് ബോക്സിൽ കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് നിന്ന് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി കറൻസി, നമ്മൾ ഇന്ത്യ തന്നെ കറൻട്രി കൊടുത്ത കാരണം ഇന്ത്യയിലത്തെ കറൻസി INR, ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വന്നല്ലേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയുമാണ് നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. കമ്പനിയുടെ ഷോർട്ടായിട്ടുള്ള നെയിം, കമ്പനിയുടെ ഫുൾ നെയിം, സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത്, പിന്നെ സ്ട്രീറ്റ്, പോസ്റ്റൽ ബോക്സ്, പോസ്റ്റൽ കോഡ്, സിറ്റി, കൺട്രി, ലാംഗ്വേജ്, കറൻസി. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സേവ് ബോക്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇതുമേ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+S കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് നമുക്ക് സേവിൻ്റെ ബോക്സ് ഇവിടെ അവൈലബിൾ ആണ്. ഒന്നില്ലെങ്കിൽ ഈ ഓപ്ഷനുമേ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക. ഇതാണ് നമ്മുടെ സേവ് ചെയ്യാനായിട്ടുള്ള ബോക്സ്. ഇവിടെ നമ്മുടെ അടുത്ത് ഷോർട്ട് ഡിസ്ക്രിപ്ഷനാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങളിപ്പോൾ എന്ത് സ്റ്റെപ്പാണോ ചെയ്തത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് കമ്പനി ക്രിയേഷൻ ആണ്. കമ്പനി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ കൊടുക്കുക.
ഒരു പ്രാവശ്യവും കൂടി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കമ്പനി ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് വരും, ഓപ്ഷൻ അവൈലബിൾ ആകും. ഇവിടെ എൻ്റെ കമ്പനി ABC എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് SAP ഒരു സോഫ്റ്റ്വെയറിൽ SAP സോഫ്റ്റ്വെയറിൽ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. പുതിയ കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.